എല്ലാവർക്കും നമസ്കാരം. സെന്റർ ഫോർ എർത്ത് സയൻസസിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ്. നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് 10 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓരോ പോസ്റ്റിന്റെ വേക്കൻസി നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരു വേക്കൻസി ഉണ്ട്, മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി. അതുപോലെ തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസേറബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദിയും ഡിപ്ലോമയാണ്. അടുത്ത പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ്. 5 വേക്കൻസി ഉണ്ട്. CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ MBA ഒക്കെ ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആ തസ്തികയിലേക്ക് ചോദിക്കുന്നുണ്ട്. അടുത്ത പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. റിട്ടൺ എക്സാം അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിന്റെ ബേസിസിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. 2 വേക്കൻസി ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ കൊമേഴ്സ് ആണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. 3 വേക്കൻസി ഉണ്ട്. BSc പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിലേക്ക്. അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ്. 1 വേക്കൻസി ഉണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേറബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിന്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്ലംബർ ആണ്. റിട്ടൺ ടെസ്റ്റിലെ സ്കിൽ ടെസ്റ്റിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. ITI പ്ലംബിംഗ് ആണ്. ഡിസേറബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റ് MDS ആണ്. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് കോഡ് 1 ഉം 2 ഉം വരുന്ന പോസ്റ്റുകളിലേക്കാണെങ്കിൽ 28,000 ബേസിക്, കൂടാതെ ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കുന്നതാണ്. 35 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. പോസ്റ്റ് കോഡ് 3 വരുന്ന പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, 27,000 ബേസിക് സാലറി, കൂടാതെ അലവൻസ് ലഭിക്കുന്നതാണ്. 4 ഉം 5 ഉം ആണെങ്കിൽ 50 വയസ്സ് വരെയാണ്. 20,000 ബേസ് സാലറിയും ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കുന്നതാണ്. 6, 7 പോസ്റ്റ് കോഡ് വരുന്ന പോസ്റ്റിലേക്ക് 50 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, 11,000 ബേസ് സാലറി, കൂടാതെ ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കുന്നതാണ്. അടുത്ത 8 പോസ്റ്റ് കോഡ് വരുന്ന പോസ്റ്റിലേക്ക് 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, 15,000 സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഏത് ക്ലാസ് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 10 ഏപ്രിൽ 2026 വരെ. 10 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്